അപ്പോൾ റൂമിൽ മിറർ ഇല്ല കേട്ടോ, അത് മാത്രമേ ഉള്ളൊരു പോരായ്മ. ആകെയുള്ള മിറർ ടോയ്ലറ്റിനകത്താണ്. അപ്പം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഹലോ, ആ ചേച്ചി. ആ അപ്പം നമ്മൾ റെഡിയായി കേട്ടോ. ഡ്രസ്സൊക്കെ മാറി, മിന്നും ഡ്രസ്സൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് അഖിൽചേട്ടൻ്റെ വീട്ടിലൊരു ഓണസദ്യ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓണം ഇല്ലല്ലോ, നമ്മൾ ഓണത്തിൻ്റെ ദിവസം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. താഴെ ക്യാബ് ചേച്ചി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് പോയി ക്യാബ് കയറാം. ചാർജറും വെച്ച് ലാപ്ടോപ്പും വെച്ചു ബാ. പൊട്ടിക്കോ. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ലുക്ക്. ഓണത്തിന് പോകാൻ വേണ്ടി സെപ്പറേറ്റ് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഷർട്ടും ഒരു കുർത്തയാക്കി കേട്ടോ. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഊബറിയായിട്ടും വിളിച്ചായിരുന്നു കേട്ടോ. അയാൾ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ എൻട്രൻസിന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അതിനകത്ത് നമ്മൾ എത്ര പേരുണ്ട്? പിന്നെ 6 പേരുണ്ട്. ഫിറ്റാവും തോന്നുന്നു. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ ഞങ്ങൾ 2 പേരും ആയതുകൊണ്ട് ഞാനും പിന്നെ കൂടെ പുറകെ ഇരിക്കാമെന്നും പറഞ്ഞ് വോളണ്ടിയർ ചെയ്ത് കേട്ടോ. വഴിയിലെല്ലാം പശു നിൽക്കുക, അതിനെയൊക്കെ തട്ടിയിട്ട് വേണം പോകാൻ. നമ്മൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അഖിൽചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഫ്ലാറ്റിലേക്ക് നമ്മൾ കയറുക. ഈ ഫ്ലാറ്റിലേക്ക് അഖിൽചേട്ടൻ മാറിയിട്ട് ജസ്റ്റ് ഒരു 1-2 മന്ത്സേ ആയിട്ടുള്ളൂ. എന്തിയെ കാശി എന്ത് ചെയ്യും? അവനാണ് വ്ളോഗിൽ കയറണമെന്ന് പറഞ്ഞത്. പറഞ്ഞു ഹാപ്പി ഓണം പറഞ്ഞു. ആ, അപ്പോൾ അഖിൽചേട്ടൻ്റെ വീട്ടിലെ ചെറിയൊരു പൂക്കളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫാമിലി കുറച്ച് പേരെയും പിന്നെ അഖിൽചേട്ടൻ്റെ ഓഫീസിലുള്ള 2-3 പേരെയും ഫാമിലീസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ചേട്ടനൊക്കെ ഫുഡ് എടുക്കാൻ പോയിട്ടേ ഉള്ളൂ. നമുക്കവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ആൾക്കാർ കൂടുതലായതുകൊണ്ട് നമ്മൾ സോഫയൊക്കെ മാറ്റി നിലത്തിരുന്നും കഴിക്കാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണസദ്യയുടെ വിഭവങ്ങൾ. ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ തിരക്കായതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. ഇതവിടെ വന്ന അഖിൽചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോനാ കേട്ടോ. അവൻ്റെ ടീഷർട്ടൊക്കെ നോക്കി അടിപൊളിയല്ലേ. ഇനി കാശിക്ക് കൊണ്ടുവരേണ്ട ലിസ്റ്റ് കേൾക്കാം. പറഞ്ഞു. അവിടെ കിട്ടുമെങ്കിൽ മേടിക്കാം. നിനക്കെന്തെങ്കിലും വേണോ? അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞായിരുന്നു. ഞങ്ങളിനി 4 പേര് മാത്രമേ ഉള്ളൂ. ഞാൻ എന്നിടയ്ക്ക് ഇല മേടിക്കാൻ വേണ്ടിയും കുറച്ച് ഓട്ടമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇച്ചിരി തിരക്കായിപ്പോയി. അപ്പോൾ ലാസ്റ്റായിപ്പോയി ഫുഡ് കഴിക്കുന്നത്. ഇനി ഞാനിവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അടിപൊളി ഊണൊക്കെ തിന്ന് നല്ല പായസവും പപ്പടമൊക്കെ കൂട്ടി ഒരു പിടിയൊക്കെ പിടിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഉറക്കം വന്നു തുടങ്ങി കേട്ടോ. വന്ന ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ച് അപ്പോൾ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സന്തോഷത്തോടെ ചിരിച്ചോളൂ. ചിരിക്കൂ, പൊട്ടിച്ചിരിക്കൂ. ഹാപ്പി ഓണം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ഊബർ എക്സൽ ബുക്ക് ചെയ്തു കേട്ടോ. നമ്മൾ 7 പേരുള്ളതുകൊണ്ട് എർട്ടിക അല്ലാതെ വേറെ വണ്ടിയില്ല, വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകട്ടോ. വരുന്ന വഴിക്ക് ഫുൾ ബ്ലോക്ക് ആയിരുന്നു. ഇന്ന് ഈദായതുകൊണ്ടാന്ന് തോന്നുന്നു. മുസ്ലിംസ് മുഴുവൻ വഴിയിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വഴി നടക്കുന്നുണ്ടായിരുന്നു. ആ കൊടി വീശുന്ന കാണാൻ നല്ല രസമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ശോഭാ സിറ്റിയിലേക്ക് എത്തി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റൂമിൽ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുക്കണം. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് നമ്മളിന്ന് വൈകിട്ട് നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യും കേട്ടോ. സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല ഉറക്കമുണ്ട്. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങാമെന്നുള്ള പ്ലാനിലാണ് നമ്മളീ പോകുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടൊക്കെ വളരെ നൈസായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. എന്നാ പൊക്കമുള്ള ബിൽഡിങ്ങാന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മളവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ കയറി കുറച്ച് പേസ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഒരു പേസ്റ്റ് എടുത്തോ, ചെറുത് മതി. ഓക്കെ, പിന്നെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനൊരു വിക്ടോറിയ സീക്രട്ടിൻ്റെ പെർഫ്യൂം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്നത് കാണുന്നത് കേട്ടോ. മിന്നുൻ്റെ ഫേവറേറ്റ് മിഠായിയാണ് കോട്ടറാട്ടിനി. അത് കാണിച്ചു തന്നതാണ്. മേടിക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ മുന്നോട്ട് നടന്നു കേട്ടോ. ഇതെന്നെ സാധനം ബിസ്ക്കറ്റ് ഇങ്ങനെ മേടിക്കും, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലത്. ഇങ്ങനെ വേണ്ടേ സ്നാക്സ് വല്ലതും വേണം. പിന്നെ ഒരു ഐസ്ക്രീം നമ്മളങ്ങ് മേടിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോകുന്നു. സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ റൂമിൽ വന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഉറങ്ങുകയും ഒന്ന് കുളിക്കുകയും ഒന്ന് റീഫ്രഷ് ആവുകയൊക്കെ ചെയ്തു. ഇനി വൈകിട്ട് നമുക്ക് ഡിന്നർ കഴിക്കണം.
ഇന്ന് 5-ാം തീയതിയാണ്. 6-ാം തീയതി രാവിലെ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 5-ാം തീയതി രാത്രി 10 മണിയാകുമ്പോൾ തന്നെ പോകും. അപ്പോൾ അത് ഇതിൻ്റെ 4th പാർട്ടായിട്ട് വരും കേട്ടോ. അപ്പം ഓണാഘോഷ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അതുൽ POV എന്നാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.